തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ചില നിർണായക ഘട്ടങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കാനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന സമയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചിലരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്നു. അവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എൻ്റെ ചാരത്ത് അവരിരുന്നിരുന്നുവെങ്കിൽ നല്ലത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. ഒരു വലിയ സത്യമുള്ളത്, ഈ ലോകത്തിൽ ആർക്കും നമ്മളെ ആഴമായി മനസ്സിലാക്കാനോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കാനോ പറ്റുകയില്ല. അതുകൊണ്ട് ഈശോ ഈ ഭൂമിയിൽ വന്ന് നമുക്ക് ഈ ഒരവസ്ഥയിൽ ഒരാശ്വാസം പകർന്നുകൊണ്ട് ഇപ്രകാരം സംസാരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം ഇതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ച് തരികയും ചെയ്യും. ഈശോ ഈ ലോകത്തിൽ വന്നപ്പോൾ ഈശോയുടെ അരികിൽ വന്ന് എല്ലാവരെയും ഈശോ സഹായിച്ചിട്ടുണ്ട്. രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിയെ സഹായിക്കുകയാണ്. ടാക്സ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് കടലിൽ നിന്ന് മീൻ പിടിച്ച് ആ മീനിൻ്റെ വായിൽ നിന്ന് നാണയം കൊടുത്ത് സഹായിക്കുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ നിയമത്തിൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാതെ പ്രയാസപ്പെടുമ്പോൾ ആ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് മറ്റൊരു വചനം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്തുകയാണ് നമ്മുടെ കർത്താവ്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്നു. ബൈബിളിൽ തന്നെ ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ സൂസന്ന എന്നു പേരായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവൾ വിവാഹിതയാണ്. അവളുടെ ഭർത്താവ് ഒരു ജോലിക്കാരനാണ്. ഒരു ദിവസം അവളെ പാപത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് ആ നാട്ടിലെ 2 ന്യായാധിപന്മാർ വരികയാണ്. നീതിയും ന്യായവും നാട്ടിൽ കൊണ്ടുവരേണ്ടവർ നീതിയില്ലാത്ത ന്യായമല്ലാത്ത ഒരു പ്രവൃത്തിക്ക് അവർ തയ്യാറാകുന്നു. സൂസന്ന കുളിക്കാൻ പോകുന്ന കടവിൽ ഇവർ ഒളിച്ചു കയറി സൂസന്നയെ പാപത്തിനു വേണ്ടി അവർ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സൂസന്നയ്ക്ക് മനസ്സിലായി, ഇവരുടെ കൈപ്പിടിയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. എങ്കിലും ഞാൻ ഇവർക്ക് വഴങ്ങുകയില്ല. എന്നെ കൊന്നാലും ഞാൻ ഈ പാപത്തിന് സമ്മതിക്കുകയില്ല എന്ന്. ചില ആളുകൾ പാപത്തിന് വഴങ്ങി നാളുകൾ കഴിഞ്ഞ് അവരുപേക്ഷിക്കുമ്പോഴാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നത്. എന്നാൽ സൂസന്ന പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇവർക്ക് വഴങ്ങുകയില്ല, എന്നെ കൊന്നാലും. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ആ സാഹചര്യത്തിൽ ഇവരുടെ സംസാരവും ശബ്ദവും വർദ്ധിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന തോഴിമാരെല്ലാവരും കൂടെ അടുത്തു വന്നു. സൂസന്നെ അവർ കുറ്റപ്പെടുത്തി.
ന്യായാധിപന്മാർ പറഞ്ഞു, ഞങ്ങളിവിടെ വന്നപ്പോൾ സൂസന്ന ഒരു മല്ലനുമായി പാപം ചെയ്യുകയായിരുന്നു. അവൻ ഓടി രക്ഷപ്പെട്ടു, ഇവളെ ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയിരിക്കുകയാണ്. മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിയാനായിട്ട് സൂസന്നയെ കൊണ്ടുപോവുകയാണ്. പിറ്റേ ദിവസം ആർക്കും സൂസന്നയെ രക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. ആർക്കും സൂസന്നയെ സഹായിക്കാൻ പറ്റുന്നില്ല. ആ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ആര് രക്ഷപ്പെടുത്തും? എന്നാൽ ഈ പോകുന്ന വഴിക്ക് സൂസന്ന ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. നിത്യനായ ദൈവമേ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ അറിയുന്നവനെ, ഇവരെൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്ന യാതൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഇവരെനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. കരഞ്ഞു സൂസന്ന പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മളെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാറില്ലേ? മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും തെറ്റിദ്ധരിക്കുമ്പോഴും നമ്മുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ്? പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുകയാണോ? അത് അവരോട് വാഗ്വാദം നടത്താനോ, അവരെ അടിച്ചൊതുക്കാനോ, സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞ് വഴക്കുണ്ടാക്കാനോ, മക്കളാണെങ്കിൽ അപ്പനോട് പറഞ്ഞ് വഴക്കുണ്ടാക്കാനോ ഒക്കെ ശ്രമിക്കുകയാണോ? അതോ ദൈവത്തിൽ ആശ്രയിക്കുകയാണോ ഞാൻ ചെയ്യുന്നത്? സൂസന്ന ദൈവത്തിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു. ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ ദാനിയേൽ എന്നു പേരായ ഒരു ചെറുപ്പക്കാരൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ദൈവം തട്ടിയുണർത്തി. ഒരു വ്യക്തിയിലൂടെയാണെങ്കിലും സഹായം വരുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റേതാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ ദാനിയേൽ ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇസ്രായേൽ മക്കളെ വിചാരണ ചെയ്യാതെയാണോ ഒരു പാവം പെൺകുട്ടിയെ വിധിക്കാൻ കൊണ്ടുപോകുന്നത്? ആദ്യമായി വിചാരണ നടക്കട്ടെ. ന്യായാധിപന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ തന്നെ വിചാരണ നടത്തുക. എനിക്ക് വിചാരണ നടത്തേണ്ടത് ഈ പെൺകുട്ടിയല്ല, നിങ്ങളെയാണ്. ഞങ്ങളെയോ എന്ന് അവർ അത്ഭുതപ്പെട്ട് ചോദിച്ചു നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ സൂസന്ന ഏതോ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ഏതോ പുരുഷനുമായി പാപം ചെയ്യുന്നതായി നിങ്ങൾ കണ്ടുവെന്ന്. ഏത് മരത്തിൻ്റെ ചുവട്ടിലാണ്? ഒരാൾ പറഞ്ഞു കരയാമ്പൂ മരം. അടുത്തയാളോട് ചോദിച്ചപ്പോൾ കരവേലക മരം. അവർക്ക് മനസ്സിലായി, കൂടിയിരുന്ന ജനത്തിന് മനസ്സിലായി ഇവർ നുണ പറഞ്ഞതാണ് എന്ന്. സൂസന്നെ എറിയാനായിട്ട് കൊണ്ടുവന്ന കല്ലുകൾ ന്യായാധിപന്മാരുടെ തലക്കെറിഞ്ഞു. അവിടെ ഒരു കൽക്കൂന ഉയർന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർ വാഴ്ത്തി പുകഴ്ത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി ഇടപെടുന്ന സമയം, നമ്മളെ സഹായിക്കുന്ന സമയം, പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ ദാനിയേലിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. 17-ാം വാക്യം പറയുകയാണ്, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ലോകം എന്നതുകൊണ്ട് ബൈബിള് അർത്ഥമാക്കുന്നത് മാനസാന്തരപ്പെടാൻ ഇഷ്ടമില്ലാതെ പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, ഒരിക്കലും തിരിച്ചു വരാൻ ചിന്തയില്ലാതെ മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, മറ്റനേകം പാപം ചെയ്യുന്നു, തിരിച്ചു വരണമെന്ന് യാതൊരു ചിന്തയുമില്ലാതെ ജീവിക്കുന്ന ആളുകളെയാണ് ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഒരാൾ പാപത്തിൽ വീണു, തിന്മയിൽ വീണു, തെറ്റുപറ്റി എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ തയ്യാറായാൽ ദൈവം ആ വ്യക്തിയോട് കരുണ കാണിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പറയുകയാ, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെച്ച്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. റോമർ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ
ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അത് അനുചിതമായി പെരുമാറുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. 1 കൊരിന്ത്യർ 13-4 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുകയാണ്. പ്രവചനം, ഭാഷകളും ഒക്കെ ഇല്ലാതായിത്തീരും, പക്ഷേ സ്നേഹം മാത്രം ഇല്ലാതായിത്തീരുന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പറന്നുപോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഒരു വ്യക്തിയുടെ കുറവുകളോടുകൂടി തന്നെ നമുക്ക് ആ വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് പറ്റും. എല്ലാ പോരായ്മയോടുകൂടി തന്നെ നമുക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് പറ്റും. ആ വ്യക്തിയുടെ ഗുണങ്ങൾ നോക്കിയല്ല സ്നേഹിക്കുന്നത്. ഈശോ ഈ ലോകത്തിൽ വന്ന് മനുഷ്യൻ്റെ ഗുണങ്ങൾ നോക്കിയാണ് സ്നേഹിക്കുന്നതെങ്കിൽ യേശുവിന് ആരെയെങ്കിലും സ്നേഹിക്കാൻ പറ്റുമായിരുന്നോ? എന്തിന് കൂടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാർ പോലും തള്ളിപ്പറയുന്നവരും, ഒറ്റിക്കൊടുക്കുന്നവരും, പ്രശ്നം വരുമ്പോൾ ഇട്ടേച്ചു പോകുന്നവരും, അപ്പത്തിൻ്റെ കണക്ക് പറയുന്നവരും, അധികാരമോഹികളും ഒക്കെ ആയിരുന്നല്ലോ. ആരെ സ്നേഹിക്കാൻ പറ്റും പ്രിയരെ? പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കുറവുകൾ നോക്കാതെ നമുക്ക് അവരെയൊക്കെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് സാധിക്കും. മനുഷ്യരിൽ നിന്ന് നമ്മൾ സമാധാനം തേടരുത്. അവരുടെ വാക്കിലോ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ നാം സമാധാനം തേടരുത്. അങ്ങനെ സമാധാനം തേടിയാൽ അവർ നമ്മളെ കൈവിടുമ്പോൾ, അവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈശോ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ലോകം തരുന്ന സമാധാനം എപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ ദൈവം തരുന്ന സമാധാനം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. പൗലോസ്ലീഹ ഒരു സ്റ്റെപ്പും കൂടി കടന്നു പറയുകയാണ്. എഫെസോസ് 2:14 അവൻ നമ്മുടെ സമാധാനമാണ്. ക്രിസ്തു എൻ്റെ സമാധാനമാണ്. ക്രിസ്തുവാണ് എൻ്റെ സമാധാനം എന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ വന്നപ്പോഴാണ് ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞത്. ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയുകയാണ്. ഈ ആത്മാവിൻ്റെ അഭിഷേകം അവർ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ജീവിതം മാറി മറിയുകയാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്ത് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഈശോ പോകുന്നതിൻ്റെ മേൽ അവരുടെ മേൽ നിശ്വസിച്ചതാണ്. ആത്മാവ് അവരുടെ മേൽ പകർന്നതാണ്. ഈ പകർന്ന ആത്മാവ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് ജ്വലിക്കാൻ തുടങ്ങി. അങ്ങനെ ആത്മാവ് ജ്വലിച്ചു. അതൊരു വലിയ അഭിഷേകത്തിന് കാരണമായി തീർന്നു. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, കാത്തിരുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരികയാണ്. ദാഹിച്ച് കാത്തിരുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു. ഈശോ ഉയർത്തെഴുന്നേറ്റതിൻ്റെ 50-ാം ദിവസമാണ് പെന്തക്കോസ്താ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. അവരൊരുമിച്ചിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആ പെന്തക്കോസ്താ ദിനത്തിൽ അവരെല്ലാം അഭിഷേകത്താൽ നിറയുകയാണ്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. മനുഷ്യർ നമ്മളെ സഹായിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത്
പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഹായവുമായി ദൈവത്തിന് നമ്മുടെ അരികിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അനുഗ്രഹം കർത്താവ് നമ്മുടെ മേൽ ചൊരിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കണം എന്ന് തോന്നിയാൽ, മറ്റുള്ളവർ നമ്മളെ ദ്രോഹിച്ച ചില പ്രവൃത്തികൾ അതിപ്പോഴും നമ്മുടെ ഓർമ്മയിലാണ് കിടക്കുന്നതെങ്കിൽ അത് ക്ഷമിച്ച് കളയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. മറ്റുള്ളവരോട് കരുണ കാണിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു നന്മയും ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല. എന്തിന്? ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ആദ്യത്തെ ബലിയിൽ പങ്കെടുത്ത വ്യക്തിയായിരുന്നു യൂദാസ്. ആ യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. എന്താണ് കാരണം? കർത്താവിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, യേശുവിൻ്റെ ബലിയിൽ പങ്കെടുക്കാഞ്ഞിട്ടല്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം യൂദാസിന് ലഭിച്ചില്ല. അങ്ങനെ യൂദാസിന് ലഭിക്കാതിരുന്നത് കൊണ്ടാണ് യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കേണ്ടതായിട്ട് വന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാത്തത് കൊണ്ടാണ് വിശുദ്ധ പത്രോസ് അപ്പസ്തോലന് കർത്താവിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നത്. മറ്റപ്പസ്തോലന്മാരും ഓടിപ്പോകാൻ കാരണമായി തീർന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മളോടുകൂടെ ആയിരിക്കുന്നൊരു സഹായകനാണ്. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആത്മാവ് നമ്മളിൽ നിന്ന് പോകുന്നേയില്ല. ഈ അഭിഷേകം മാമുദീസായിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ അഭിഷേകം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ചെറിയൊരു പാവം വരുമ്പോൾ ദൈവത്തിനെതിരായി ഞാൻ തെറ്റ് ചെയ്തല്ലോ, ഞാൻ അങ്ങനെ ആ പാപം ചെയ്തല്ലോ, എൻ്റെ ഭാര്യയ്ക്കെതിരായി, എൻ്റെ മക്കൾക്കെതിരായി, എൻ്റെ കുടുംബത്തിനെതിരായി, സഭയ്ക്കെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്നു. ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്കും പാപമാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുകയില്ല. പാപമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ദൈവത്തിൻ്റെ മനസ്സ് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞവരാണ്. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിരുവചനം ശ്രവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് അനേകരെ സഹായിക്കുവാനുള്ള ഒരു ശക്തി ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആത്മാവിൻ്റെ സഹായത്താലാണ് അനേകർ ദുശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. മദ്യപാനം, മയക്കുമരുന്ന്, പൊടിവലി, പാൻപരാഗ്, മ്ലേച്ഛഭാവം, അശുദ്ധഭാവം, തെറ്റായ സ്നേഹബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം നമുക്ക് വേണ്ടായെന്ന് വയ്ക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് കൂടിയേ കഴിയൂ. ഈ ആത്മാവിൻ്റെ സഹായത്താൽ ഇന്ന് അനേകർ ഗാനങ്ങൾ എഴുതുന്നു, അനേകർ ഗാനങ്ങൾ സംഗീതം പകരുന്നു. അനേകരുടെ ജീവിതം ഇന്ന് മാറ്റിമറിക്കപ്പെടുന്ന കാലഘട്ടമാണ്. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാതിരുന്ന പല ആളുകൾ പോലും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് ജോലി മേഖലകളിൽ ശോഭിക്കുകയാണ്. ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് കൂടെയുള്ളവർ ചോദിക്കുന്നത്. ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ, അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനേകർക്ക് സഹായമായി മാറുകയാണ്. നമ്മുടെ വാക്ക്, പെരുമാറ്റം, പ്രവൃത്തി ഒക്കെ അനേകർക്ക് സഹായമാകും. തന്നെയുമല്ല, ഈ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഒരമ്മച്ചി എന്നോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4:30-5 മണിയാകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്നത്. രാവിലെ തന്നെ ആഹാരം ഉണ്ടാക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ധാരാളം സമയം എനിക്കുണ്ട്. ഞാൻ TV കാണാറില്ല, TV-യിലെ ഒരു പരിപാടിയും കാണാറില്ല. പിന്നെ ശാലോമോ, ഗുഡ്നസ്സോ പോലുള്ള TV അതുമാത്രമേ ഞാൻ കാണാറുള്ളൂ. സീരിയൽ എനിക്കിഷ്ടമില്ല, സിനിമ എനിക്കിഷ്ടമില്ല,
വെറുതെ സമയം കളയുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ സമയമെല്ലാം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. കൊന്ത ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ മാനിക്കുന്നു. പരിശുദ്ധ അമ്മയെ മാനിക്കുന്നവരെ പരിശുദ്ധാത്മാവ് മാനിക്കും. പരിശുദ്ധാത്മാവ് മാനിക്കാൻ കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം എത്രമാത്രം വളരുന്നോ അത്രമാത്രം ഒരു വ്യക്തി പരിശുദ്ധാത്മാവിലും വളരുകയാണ്, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലും വളരുകയാണ്. അതുകൊണ്ട് തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിരന്തരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം അനുഗ്രഹം വർഷിക്കും. എവിടെയൊക്കെയാണ് അനുഗ്രഹം ആവശ്യമായത്, എവിടെയൊക്കെയാണോ സഹായം ആവശ്യമായത്, സാമ്പത്തികമായ സഹായം, ആരോഗ്യപരമായ സഹായം, കുടുംബപരമായ സഹായം, നാട്ടുകാരിൽ നിന്നുള്ള സഹായം, എവിടുന്നെല്ലാം എനിക്ക് സഹായം കിട്ടണോ എല്ലാ മേഖലയിൽ നിന്നും സഹായം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയെയും ഒഴിവാക്കുന്നില്ല. കാരണം നമ്മളിലുള്ള അഭിഷേകം മറ്റുള്ളവരിലേക്കും ഒഴുകാൻ തുടങ്ങും. ചില ആളുകൾക്ക് ചിലർ ഭാരം പോലെയാണ് തോന്നുന്നത്. വല്ലാത്ത കഷ്ടമാണ്, ഇവരോട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. ആത്മാവിൻ്റെ നിറവ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കൂ. ഈ ആത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവവും മാറും, നമ്മൾ ആത്മീയ മനുഷ്യരായിട്ട് മാറും. ജഡീക മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് ആത്മീയ മനുഷ്യൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയരും. അതുകൊണ്ട് എന്നേക്കും നമ്മളോട് കൂടെയായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, അവിടുന്ന് പറഞ്ഞു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. പരിശുദ്ധാത്മാവ് സഹായകനാണ്, ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും ആത്മാവ് സഹായിക്കും. ആത്മാവ് ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു സ്നേഹിതനായി ആത്മാവെ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. തിരുവചനം ശ്രവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.